മടവീഴ്ചയിൽ ദുരിതത്തിലായ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ നെൽകർഷകർ ഏക്കർ കണക്കിന് കൃഷിയാണ് മടവീഴ്ചയിൽ വെള്ളം കയറി നശിച്ചത്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ കർഷകരാണ് മടവീഴ്ച ഭീഷണി നേരിടുന്നത്. പാടം കൊണ്ട് മാത്രം ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സർക്കാർ ജോലിയോ എൻ്റെ മക്കൾക്ക് ജോലിയോ ഒന്നുമില്ല. ഞാനൊരു കർഷക തൊഴിലാളിയായിട്ട് തന്നെ ഇവിടെ ജീവിക്കുന്നത്. ഈ ബണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുന്ന ഒരേ കാര്യം ഈ 18 ഏക്കറിൻ്റെ മുതലാളി എന്നെ വിളിച്ച് പറയുമ്പോഴും ഞാൻ ഓടുക. അതുകൊണ്ട് അവർ തരുന്ന കാശ് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അതിനൊരു വലിയ സങ്കടമായിപ്പോൾ എനിക്ക്. എന്ന് വെച്ചാൽ ഈ നിലം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു വർഷത്തെ ആദായം പോയി. ഞാൻ ജീവിക്കേണ്ട മാർഗ്ഗങ്ങളെല്ലാം നശിച്ചു പോയി. പിന്നെ ഞങ്ങളെങ്ങനെ ജീവിക്കും? ഇതിനൊരു പരിഹാരം എവിടെ നിന്നും സർക്കാർ കണ്ടെത്തുക. വിത്ത് വിതച്ച സ്വപ്നങ്ങളാണ് ഈ വെള്ളം കയറി കിടക്കുന്നത്. പ്രതീക്ഷകളോടെ വിത്തെറിഞ്ഞവർക്ക് മുമ്പിൽ വില്ലനായി മടവീഴ്ച. അപ്പർ കുട്ടനാട് മേഖലയായ ചങ്ങനാശ്ശേരി, തിരുവല്ല താലൂക്കുകളുടെ അതിർത്തിയിലുള്ള പാടശേഖരങ്ങളിലാണ് മടവീഴ്ച ശക്തമായത്. ഇതോടെ 580 ഏക്കറിലെ കൃഷി വെള്ളത്തിലായി. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വിതച്ച പാടമാണ് വെള്ളത്തിലായത്. 90% വയലിലും കൃഷി ഇറക്കിയിരുന്നു. വെള്ളം കയറിയതോടെ വിത്ത് മുഴുവൻ ഒഴുകിപ്പോയി. ഭൂമി കൃഷിയോഗ്യമല്ലാതായി. കലുങ്കൾ വലിയ പാലങ്ങൾ പണിത് സർവീസ് ചെയ്യാനുള്ള, ബോട്ട് സർവീസ് ചെയ്യാനുള്ള രീതിയിൽ പാലത്തിന് ഇവിടെ ഈ തോടിനകത്ത് ഒതുക്കി മുട്ടിട്ട് കഴിഞ്ഞാൽ വെള്ളം പോകത്തില്ല. അത് അവർ തുറന്ന് വലുതായിട്ട് ചെയ്തു തരിക. ഇതൊക്കെയുള്ളൂ ഈ പാടം കൊണ്ട് രക്ഷപ്പെടാനൊക്കെയുള്ളൂ. അത് പായ്പാട് മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന പാടങ്ങൾ, ഈ കുട്ടനാട്, ഈ പാടങ്ങൾ, അപ്പുറം കുട്ടനാട് കിടക്കുന്ന പാടങ്ങൾക്ക് മൊത്തം മഴ പെയ്താൽ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ മഴ വീഴുക. അത് മാറ്റി തരിക. ഞങ്ങളുടെ ഇപ്പം പായ്പാട് പഞ്ചായത്ത് ചങ്ങനാശ്ശേരി താലൂക്ക് അതിനകത്ത് കിടക്കുന്ന 2-3 മുട്ടുകളപ്പുണ്ട്. ആ മുട്ട് തുറക്കുക, അത്യാവശ്യം മുട്ട് തുറക്കുക. ബണ്ടുകൾ കൃത്യസമയത്ത് ബലപ്പെടുത്താത്തതും കനാലുകൾ വൃത്തിയാക്കാത്തതുമാണ് കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. നിലവിൽ പത്തനംതിട്ട അതിർത്തി വരെയുള്ള ബണ്ട് റോഡാക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന കോട്ടയം ജില്ലയുടെ ഭാഗവും റോഡാക്കിയാൽ ബണ്ടിന് കൂടുതൽ ബലം വരുമെന്നും പ്രദേശത്തെ വികസനത്തെ ഇത് ത്വരിതപ്പെടുത്തുമെന്നും കർഷകർ പറയുന്നു. ഈ പാടശേഖരങ്ങളുടെ ഔട്ടർ ബണ്ടിൻ്റെ സംരക്ഷണ രംഗത്ത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാകാത്തത് മൂലം ബലക്ഷയമായ ബണ്ടുകൾ ഈ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ പാടശേഖരങ്ങളിൽ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നിലനിൽക്കുക. ഇപ്പം തന്നെ 5 അടി വേളൂർമുണ്ടം പാടശേഖരം മടവീണ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പാടശേഖരമാണ്. 2 ജില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാടശേഖരമാണ്. പത്തനംതിട്ട ജില്ലയിലെ 175 ഏക്കറും 400 ഏക്കറോളം പായ്പാടിൻ്റെ ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയുടെ ഭാഗവും ചേർന്നാണ് ഈ 5 അടി വേളൂർമുണ്ടം പാടശേഖരം. അവിടെ കൃഷി ഇറക്കിയ കൃഷിക്കാരുടെ നെല്ല് വിതച്ച വിത്ത് മുഴുവൻ, അല്ലെങ്കിൽ കിളിച്ചു വന്ന നെല്ല് മുഴുവൻ നശിച്ച ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. തിരുവല്ലയിൽ നിന്ന് തുടങ്ങുന്ന ന്യൂ മാർക്കറ്റ് കനാലിന്റെ ഇരുവശത്തെയും ബണ്ടുകളാണ് ഇപ്പോൾ തകർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ തുടർന്ന് ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. കർഷകർ തന്നെ ചാക്കടുക്കി വെച്ച് തകർന്ന ബണ്ട് പുനർനിർമ്മിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ശക്തമായ ഒഴുക്കിനെ തുടർന്ന് ഇത് സാധിക്കാറില്ല. കൃത്യമായ ഇടവേളകളിൽ കനാലുകൾ വൃത്തിയാക്കുന്നതും കനാലിന്റെ ആഴം കൂട്ടുന്നതുമാണ് വിഷയത്തിന് ശാശ്വത പരിഹാരമെന്നാണ് കർഷകരുടെ അഭിപ്രായം. എന്നാൽ അധികാരികൾ ഇത് ചെയ്യാറില്ലെന്നും കൃത്യമായ ഇടപെടൽ നടത്തി കർഷകരുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. പരാതി കൊടുത്തിരുന്നു, കൃഷി ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, ഇറിഗേഷനിൽ കൊടുത്തു. ഇറിഗേഷനിൽ നിന്ന് വന്നാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ട് 20 ലക്ഷം രൂപ അതിൻ്റെ പേപ്പറിൻ്റെ ഇരിപ്പുണ്ട്. ബണ്ട് ബലപ്പെടുത്തരാമെന്ന് പറഞ്ഞത് ഇതുവരെയായിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പം വിതച്ച വിത്തെല്ലാം പോയി അതിൻ്റെ നഷ്ടം, പിന്നെ പൂട്ടിൻ്റെ അതൊന്നും പിന്നെ ഇപ്പോൾ അതിൻ്റെ അത് കണക്കാക്കേണ്ടതില്ല. വിത്തിൻ്റെ നഷ്ടം ഞങ്ങൾക്ക് തരണം. എന്നാൽ ബണ്ട് ബലപ്പെടുത്തുന്നത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നും ജലസേചന വകുപ്പല്ല ഇത് ചെയ്യേണ്ടതെന്നുമാണ് ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളിന്റെ വാദം. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുമെന്നും കർഷകരോടൊപ്പം തന്നെയാണെന്നും MLA പറയുന്നു. ഈ പാടശേഖരം സംരക്ഷിക്കപ്പെടേണ്ട കൃഷിക്കാരുടെ ആവശ്യമാണ്. ഇന്നലെ തന്നെ ഞാൻ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവർക്ക് ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെയും ബാക്കിയുള്ള സാഹചര്യത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് വെള്ളം ഇപ്പം മടയിട്ട് വെള്ളം വറ്റിച്ച അവിടെ തന്നെ ഇവിടെ വിത്തും എത്തിക്കും. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും. നാളെ ഉച്ചകഴിഞ്ഞ് 3:30 ചങ്ങനാശ്ശേരി TVയിൽ ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിലെ പായിപ്പാട് പഞ്ചായത്തിലെയും കുറിച്ചി പഞ്ചായത്തിലെയും ഇങ്ങനെ മട വീണിട്ടുള്ള നാശനഷ്ടം വന്നിട്ടുള്ള കൃഷിക്കാരുടെ കൺവീനർമാരുടെ സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കും. അവിടെ ഈ കാര്യത്തിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. കൃഷിക്കാരെ സംരക്ഷിച്ചിട്ടുള്ള നിലപാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കൃഷിക്കാരുടെ ഒപ്പമായിരിക്കും ഞങ്ങളുടെയൊക്കെ നിലപാട്.
അതിനോടൊപ്പം തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകരുടെ ഏറ്റവും വലിയ ദുരിതം ഈ മടവീഴ്ചയാണ്. ഒരാഴ്ചയ്ക്ക് മുൻപ് വിത്ത് വിതച്ച പാടശേഖരത്തിൻ്റെ അവസ്ഥയാണിത്. ക്യാമറാമാൻ അഫ്സൽ രാജിനോടൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.